നമ്മളെ ഇറങ്ങി തിരിച്ചത് തിരൂരങ്ങാടിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ മാറ്റി. തിരൂരങ്ങാടി ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് പോകാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടി ഇങ്ങോട്ട് തിരിച്ചതാണ്. ഫറോക്ക് വഴി പ്ലാനറ്റോറിയം കോഴിക്കോട്. കാലാവസ്ഥ നല്ല മഴയാണ്. മഴ ഇങ്ങനെ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പെയ്യാതെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ പ്ലാനറ്റോറിയത്തിലെത്തിയിട്ടോ. മഴ കാരണം പുറത്തെ വീഡിയോസൊന്നും വല്ലാണ്ട് എടുത്തിട്ടില്ല. വെൽക്കം ടു ദ വണ്ടർലാൻഡ് ഓഫ് സയൻസ്. കോഴിക്കോട് മാവൂർ റോട്ടിൽ ജാഫർ ഖാൻ കോളനിയുടെ അടുത്താണ് ഈ പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാര്യമായിട്ട് പറയാനുള്ളത് കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് വിജ്ഞാനപ്രദമായിട്ടും വിനോദപരമായിട്ടും വളരെ എൻജോയ് ചെയ്ത് സംഗതി ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ISRO PSLV റോക്കറ്റ് വിക്ഷേപണം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാ ഉപകരണത്തിൻ്റെയും താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പല പല ശാസ്ത്രജ്ഞന്മാരുടെ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വലിയൊരു പ്രതിമ തന്നെ ഉണ്ട്, കാണാൻ വളരെ ഭംഗിയുള്ള. വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. മഴ കാരണം ആയിരിക്കുന്നു വിചാരിക്കുന്നു. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ട്രിപ്പ് കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വരണം, തീർച്ചയായിട്ടും വരണം. കുട്ടികൾക്ക് എല്ലാവരും ഇത് കാണണം, അറിയണം. ഫസ്റ്റ് ഇങ്ങനെയാണുള്ളത്, പിന്നെ എങ്ങനായി ത്രീ ഡി അല്ലത്, 3D ഗ്ലാസ് അല്ലേ? ഇത് 3D ഗ്ലാസ് ആണ് അല്ലേ? അപ്പൊ ഈ വലിയ ആടലാവും. അത് അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് ഇടി. ഷാജാൻ അവിടെ പോ. അത് ഇതാണ് പെൻഡുലല്ലേ? ഒരാൾ ആ സൈഡിൽ നിന്ന് ഇടി, ഒരാൾ ഈ സൈഡിൽ നിന്നു. അങ്ങനെ ആവണോ ഒക്കെ അറിയില്ല. ആ അതന്നെ, അവിടുന്ന് ഇട്ട് ഷാജാൻ വലിച്ച അവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ കറങ്ങണാര് മനസ്സിലായില്ലേ? ഇതില്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയാണ്ടേ ഇങ്ങനെ കറങ്ങണ. അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞുതരാം. ഇത് പിടിച്ചാ ഇങ്ങോട്ടിട്. നടുവില് മൂക്ക് വെച്ചാണ്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കറങ്ങണാരില്ലേ?
ഞാനൊന്നാക്കി നോക്കട്ടെ. ഞാനൊന്നാക്കി നോക്കട്ടെ അമ്മ. റൗണ്ടിൽ ഇറങ്ങണാരി എനിക്ക് കാണാനില്ല. ഇതിൽ കിട്ടൂല, രണ്ടിലും പാടെ ഫോണിൽ എടുക്കാൻ കഴിയില്ല. ഇതാണ് ആ സംഭവം. ഇത് വെറും ഒരു പാർക്കാണ് തോന്നുന്നു അല്ലേ? കുട്ടികളെ ഇതിൻ്റെ പ്രവേശന പദ്ധതിയുള്ള കുട്ടികൾക്ക് മാത്രം, രക്ഷിതാക്കളുടെ മക്കൾ മാത്രമേ കയറൂ. അത് ഇതാ കുട്ടികൾക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും കളിക്കാം. ഞാൻ കയറി വെക്ക്. അതാ മെല്ലെ 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 നേർക്ക് നേർക്ക്. അടിപൊളി റൂഫാട്ടോ, നല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പെട്ടെന്ന് വലിച്ചിട്. തൂക്കിയിട്ടിരിക്കുന്ന ഏതാനും ബോളുകളുടെ ഇതുപോലെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകളുണ്ട് ഇവിടെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതെല്ലാം ചെയ്ത് നോക്കാനും പഠിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി അടക്കം ഇവിടെ വരണം, ഇതെല്ലാം കാണണം, അനുഭവിക്കണം. എന്താ സംഭവം എന്നുള്ളത് ഒരു മനസ്സിലാവില്ല. നിന്നിട്ട് അവനാൻ്റെ വെയിറ്റ് തന്നെ പൊന്തി. അത് ശരി. അതിന് പറ്റും. ഇതുപോലെ ദിനോസറുകളുടെ കാലത്തുള്ള പല ജീവികളുടെയും രൂപങ്ങൾ നിർമ്മിച്ചു വെച്ചതുണ്ട് ഇവിടെ. ആരാണ്? ഓരോ സംഗതികൾ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്ട്. ഇതൊന്ന് തൂക്കട്ടെ. എന്താ സംഭവം? എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഉയരത്തിൽ നിൽക്കത്തക്ക വിധം ഒരു കൈക്കും. അത് ഓരോ സംഗതികൾ ഇതിങ്ങനെ വലിച്ചു കിട്ടും. വളരെ സിമ്പിളായിട്ട് ഒരു കാർ ഒറ്റ കൈ കൊണ്ട് പോകും. വെയിറ്റില്ല. വെയിറ്റ് ഉണ്ടാവില്ല. ഒരു കാറ് വേണമെന്ന് ഒറ്റ കൈ കൊണ്ട് പൊക്കാം. ഷാദാൻ മുന്തിച്ച് വയ്ക്കുക, പിടിച്ച് വയ്ക്കുക. ഷാദാന പിടിച്ച് താത്തി വയ്ക്കുക. ഷാദാന ഇത് ഒറ്റ കൈ കൊണ്ട് കാറ് വെക്കുന്നു. അതങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. വളരെ എല്ലാം പീസുകളാണല്ലേ. ഇവിടെ എവിടെ നോക്കണ്ടേ? ഇവിടെ നോക്കണ്ട. അതായത് മാർക്ക് ഉണ്ടാവും.
ആ അതിൻ്റെ ഉള്ളിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇത് ഇവിടെ നിന്ന് ഏകദേശം തന്നെ ക്യാമറയിൽ ഏകദേശം ക്യാമറയിൽ കിട്ടുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് എൻ്റെ അമ്മ ക്യാമറ ഏറ്റ് പിടിക്കാൻ കഴിയും തോന്നുന്നില്ല. എവിടെ? ആ കിട്ടി, പോയി. മെറ്റലുകളുണ്ടല്ലോ. മറ്റേ സർക്കസിലൊക്കെ വരേണ്ട മാരത്തെ അല്ലേ? ആ അതന്നെ അവിടെ എഴുതി വെച്ചാണ് ഫിൽറ്ററോ. ഇത് ഒരുപാട് സംഗതികളുണ്ട്. ഓരോ കളറിട്ട് ഇങ്ങനെ കാണുന്നതാവൂലേ? ആ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. മറ്റു ഊഞ്ഞാലല്ലേ? തിരക്ക് കിട്ടണ്ട ടൈം. എന്തിന് അനൗൺസ് ചെയ്യില്ലേ? നമുക്ക് ഷോ തുടങ്ങണം, ഷോ കാണണം. ആ സമയത്രയായി? എത്രയൊക്കെന്നുള്ള എനിക്ക് അറിയില്ല അതിൻ്റെ കറക്റ്റ് ഒന്നും എന്തൊക്കെയാണെന്നുള്ളത്, എത്ര മണിക്കൂറാണ് ഷോ എന്നുള്ളത്. ആ ആയിക്കോട്ടെ, അവിടെ കയറിക്കാം അവരെ കൊടുത്ത് കയറിക്കാം, അവരെ കൂടെ കയറിക്കാം എന്താണെന്നുള്ളത് നോക്ക്, എന്താ സംഭവം എന്നുള്ളത്. ആ അത് കറക്കി ഇങ്ങനെ വെള്ളം മുകളിലോട്ട് എത്തിക്കാനുള്ള പരിപാടി. വെള്ളം ഓപ്പോസിറ്റ് അല്ലേ? അറിഞ്ഞൂടാ നോക്കി. അപ്പം വെള്ളം താഴോട്ടല്ലേ പോവുക? അല്ല മറ്റേ സൈഡിൽ തന്നെയല്ലേ വേണ്ടി? അങ്ങോട്ടേക്ക് തന്നെയല്ലേ വേണ്ടേ? ആ അങ്ങനെ തന്നെ വരണ്ടേ അല്ലേ? അപ്പോൾ താഴോട്ടാ വരിക. ഓപ്പോസിറ്റ് അല്ലേ? ഇങ്ങോട്ട് ആ യെസ്. യെസ് കറക്റ്റ് തന്നെ. നല്ലൊരു സ്പീഡ്. ആ കയറിക്ക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിക്കുന്ന സംഭവമായി. അവിടെ എന്താണ് മഴ വരുന്നുണ്ട്. മഴ നമ്മൾ ഇനിയും ഒരുപാട് സംഗതികൾ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്ട്. പിന്നെ നമ്മളെ ഷോ തുടങ്ങാനായി. അതിനും ഒരു വലിയൊരു മഴ വരുന്നുണ്ട്. എന്താ മാനം കറുത്തിരുണ്ട് വരുന്നു. എന്താ കയറിയതാ. ഇവിടെ പലയിടങ്ങളിലും ഇതേപോലത്തെ ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വല്ലാണ്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വെറുതെ മാനം കറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു മണിക്ക് 3D ഷോ ജ്യോതിശാസ്ത്രം. എന്താ ഇത്? ഫൺ സയൻസ്
അവിടെ മിറർ മാജിക്. ആ അതാ മിറർ മാജിക്. അതൊക്കെ നമുക്ക് ഷോ കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി കാത്തിക്കായിരുന്നു കേട്ടോ. നല്ലൊരു മഴ പെയ്തു, ഏകദേശം കുറഞ്ഞു. താങ്കൾ ക്യൂരാണ്, കുറച്ചു നേരം ക്ഷമിക്കൂ. അഞ്ചാൾ ഓക്കെ. അയ്യോ താ വീണില്ല. അവിടെ 5 സീറ്റ് അടുപ്പിച്ചിട്ടുണ്ടോ? ആ ആടിരി ആ അറ്റത്തേക്ക് അത് 4 കിട്ടുള്ളൂ. എവിടെയാണ് നമ്മളെ സീറ്റ്? ആ അപ്പുറം ഇല്ല, ഞങ്ങളെ ഇല്ല. ത്രീ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയത് കണ്ണാടികൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ഒരു വലിയ ലോകത്തോട്ടാണ്. മനസ്സിലാവണേ ഇല്ലല്ലേ എന്താ പരിപാടി? ഓരോന്നിൻ്റെ ഉള്ളിൽ പോയി തല്ലിട്ടാലും ഓരോ എഫക്റ്റാണ് കേട്ടോ. ഒരു അത്ഭുത ലോകം തന്നെ. തൊടാൻ പാടില്ല. വെറുതെ അല്ല മംഗള ലേറ്റ് ആയി പോണ്. ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ എങ്ങനെ നേരത്തിന് വരും? ആ അതിലുള്ളിൽ പോയി. ആ അടിപൊളി. അവിടെയും കൂടി പോയി മുട്ടു, അവിടെയും കൂടി പോയി മുട്ടു എന്നറിയാം. ഇത് കണ്ണാടിയാണ്, ഇത് കണ്ണാടിയാണ്. എന്താ വാ വാ വാ. ആ എന്ത് അല്ല മുത്തു കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്താ പേര്? വളഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. കർവിൻ ടണൽ ആദ്യം കൈകൊണ്ട് തൊട്ടു. നമ്മുടെ തന്നെ പല വൃത്തികെട്ട കോലങ്ങളും കാണിക്കുന്ന കണ്ണാടിയുണ്ട് കേട്ടോ അവിടെ. എന്താണ് എന്താണ്
കിടക്കാൻ ഹാളാ. അങ്ങനെ കണ്ണാടികളുടെ ലോകത്തുനിന്ന് ഒരു വിധത്തിൽ ചാടി അടുത്ത റൂമിൽ കയറിയിട്ടോ. ഇവിടെ സയൻസിൻ്റെ ഫണ്ണി എക്സ്പെരിമെൻറ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് അതാ അവിടെ അവിടെ ആ എവിടെയും ടച്ച് ആവാണ്ട് കറണ്ട്. ആ കറണ്ട് ഹൈ വോൾട്ടേജ്. അമ്മ ടച്ച് ചെയ്യാണ്ട് പോകുന്നുണ്ടല്ലേ? എവിടെയും ടച്ച് ചെയ്യാണ്ട് പോകുന്നുണ്ട്. എവിടെയും ടച്ച് ചെയ്യാതെ അത് അങ്ങനെ കറങ്ങി വരും. ഇപ്പൊ ഇങ്ങോട്ട് വന്നാ ആ ഒരു മിനിറ്റ്. ഓ കളർ ഷെയ്ഡ്. ആണി പക്ഷേ ഇതാണ് മറ്റേ നരകത്തിലെ ഒരു ശിക്ഷ. നരകത്തിലെ ഒരു ശിക്ഷയാണ്. ആണി 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 വിട്ടാണ്. കുഴപ്പമില്ല, സാധാ ആള് ഉഷാറാട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്താ? തൊട്ട് കഴിഞ്ഞാൽ പല കുളത്തിലുണ്ട്. സ്വിച്ച് എല്ലാത്തിനോ വാ അടി താഴത്ത് മാത്രം. ഇത് പൈപ്പാ, പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പാണ്. പൈപ്പിന്റെ മുകളിലായി ഇതെന്താ സംഭവം? ഓ ബാലൻസ് ചെയ്താണ്ട് നിർത്തുക. അയ്യാളെന്തോടെ കൊടുക്കും? ആണിമ കിടക്കും. എപ്സോൺ ലേശം ബാക്കോട്ട്. തെർമൽ ഇമേജിങ്. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക നിങ്ങളുടെ ശരീരം പ്രസരിക്കും.
അത് ഇടണതിനനുസരിച്ച് ആ പ്രഷർ കൊണ്ട് അത് മേലോട്ട് പൊന്തണം. അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് ആട് നിറമുള്ള നേഴൽ. അതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിറമുള്ള. ഇത് ഒറിജിനൽ കാട്ടിനുള്ളിലൊരു വെള്ളച്ചാട്ടം മാതിരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അക്വേറിയത്തിലാട്ടോ. പലതരം വലിയ വലിയ മീനുകളല്ലാണ്ട് മീനിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. വലിയ അക്വേറിയത്തിലായിട്ട് എന്താണ് എന്താണ് ഈ സ്പേസല്ലേ ഉള്ളൂ ഇപ്പൊ ചെയ്ത് നിൽക്കാന്. വാ
1773, Nicholas Copernicus was born in Turin, Poland. At the age of 21, Copernicus graduated from the University of Kyoto. While studying at the University of Kyoto, Copernicus never attended classes in astronomy, but collected books on astronomy and math. 2 years after graduating, Copernicus moved to Bologna, Italy to study canon. The manuscript contains the heliocentric model. The heliocentric model is the model of the universe L3D delay. അങ്ങനെ ഷഹജാൻ ആംസ്ട്രോങ് ഫോട്ടോ എടുക്ക്. എന്നാ ഭൂമി കറങ്ങേ സൂര്യന്റെ ചുറ്റും പൗരാണിക ജ്യോതിശാസ്ത്രം. ആസ്ട്രോല അശ്വിനോ നക്ഷത്രം അശ്വിനോ ദേവത അപഭരണീ നക്ഷത്രം കിലോ നോക്കണല്ലപ്പാ ദേവത ഓരോ ആസ്ട്രോളജൻ. തുടങ്ങിയ ആ വരി. അഞ്ചാൾ ആ അത് കാറുണ്ട്. ശരി ഹലോ സ്ക്രീൻ ഓ
ഷോ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ കാണാനും പഠിക്കാനും എല്ലാം ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. എന്തായാലും കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശ് മുതലാക്കാൻ മാത്രമല്ല നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബസമേതം വന്ന് കാണേണ്ടതാണ്. ഇങ്ങോട്ട് സ്കൂളിൽ എല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടുവരാം. ഇതെല്ലാവരും കൊണ്ടുവരും. സ്കൂൾ കുട്ടിയൊക്കെ 10 റുപ്യ ഉള്ളൂ. 10 റുപ്യ ഉള്ളൂ. ഇത് ഓർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ, ഗവൺമെന്റിന്റെ അല്ലേ. അതന്നെ കുട്ടിക്ക് ആ അവിടെ കാണിക്കണ ക്യൂസിന്റെ ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള. അതിന്റെ മുന്നിൽ ഒരു ഫോട്ടോ അതെവിടെയാണ്? എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 46 കിലോമീറ്ററാ. അടുത്തോ? നമ്മളിപ്പോ പോകുന്നത് കോഴിക്കോട്ട് 20 കിലോമീറ്റർ ഉള്ളൂ. 10 എത്രയും കൂടി അത്രക്ക് ഇനി അങ്ങോട്ട് വേണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരണ്ടേ? എണ്ണ 1000 റുപ്യേന്റെ എണ്ണ മതിയല്ല. 2000 റുപ്യേന്റെ എണ്ണ വേണ്ടി വരും.